യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിലും വേണ്ടില്ല. വിനു വെറുതെ ശിക്ഷ അനുഭവിക്കരുത്. അത് വന്ദനേച്ചിക്ക് അച്ചമ്മയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. ജഗ, ഈ കേസിലും അന്വേഷണത്തിലും ഒന്നും എനിക്കൊരു താല്പര്യവുമില്ല. എന്നാലും എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. ഞങ്ങളുടെ വിനുമോനെ നീ എങ്ങനെയും രക്ഷിക്കണം. അവന് ഞങ്ങൾക്ക് വേണം മോനെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണായിരുന്നു. എങ്ങോട്ടാ? വിനുവേട്ടാ, വിനുവേട്ടാ, എല്ലാവർക്കും സുഖം. കൂടുതൽ സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. എനിക്ക് ഒരു കാര്യം അറിയണം. ആര് പറഞ്ഞിട്ടാ വിനുവേട്ടൻ ഈ കുറ്റം ഏറ്റെടുത്തത്? ഒഴിഞ്ഞു മാറരുത്. ആരുടെ ഭീഷണി ഭയന്നാ ഈ കുറ്റം ഏറ്റെടുത്തത്? എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. പറ വിനുവേട്ടൻ. ആരുടെയും ഭീഷണിയില്ലാതെ വിനുവേട്ടൻ സ്വയം കുറ്റം ഏറ്റെടുത്തതാണെന്നോ? കള്ളം പറയരുത്. അങ്ങനെ ഒരു കാരണമില്ലാതെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് വെറുതെ തല്ലുകൊള്ളേണ്ട ഒരു കാര്യമില്ല വിനുവേട്ട. മറ്റാരുടെ നിർബന്ധം മൂല ഇത് ചെയ്തിരിക്കുന്നത്. പറ വിനുവേട്ട, ആരിതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്? പ്ലീസ് എന്നോട് സത്യം പറയാ. സത്യം പറയില്ലല്ലേ? എന്നെ വേദനിപ്പിച്ച് അടങ്ങുന്ന നിർബന്ധമാണെങ്കിൽ ഞാനൊരു സത്യം അങ്ങോട്ട് പറയാം. രാജീവിനെ കാറടിച്ച് കൊലപ്പെടുത്തിയത് ഞാനാ, വിനുവേട്ടനല്ല. അതെ, അതാണ് സത്യം. ഹലോ സർ. ഹലോ. വിനുവിനെ കാണാൻ ജഗൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. എന്നിട്ട് രാജീവിനെ കൊന്നത് ജഗനാണെന്ന് ജഗൻ വിനുവിനോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് ജഗൻ ജയിലിലായോ? ഇല്ല, താൻ ഏറ്റെടുത്ത കുറ്റത്തിന്റെ ശിക്ഷ താൻ തന്നെ അനുഭവിച്ചോളാമെന്ന നിലപാടിലാ വിനു.
ജഗൻ കാലു പിടിച്ച് പറഞ്ഞിട്ടും അനുസരിക്കാത്ത അവസ്ഥയിലാണ് വിനു. അവർ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ACP വന്നത്. ACPയുടെ അനുവാദമില്ലാതെ ജഗൻ വിനുവിനെ കണ്ടതിന് ACP ജഗനോട് ചൂടായി. ഒടുവിൽ ACP ജഗനെ കെട്ടോട്ടടിച്ചു. ജഗൻ മിണ്ടാതെ ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നാളെ എനിക്ക് കോടതി ഡ്യൂട്ടിയാ. എന്തൊക്കെയാ സ്റ്റേഷനിൽ നടക്കുന്നതെന്നറിയാൻ പിന്നെ വലിയ പാടായിരിക്കും. മാത്രമല്ല, കുറുപ്പ് സാറിന്റെ യൂണിയനില ഇപ്പൊ പോലീസുകാർ മുഴുവനും. വെക്കട്ടെ സാർ. ആ വെച്ചോ. എന്താണ് ഒരു പരിഹാര മാർഗം?